ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ ഓഫായിരുന്നേ. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ നെയ്യപ്പായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ നെയ്യപ്പം കണ്ടോ, സെയിം രുചി തന്നെയാണ്. ചെറുതായിട്ട് ഡംപ്ലിംഗ് ആയിട്ട് ഉണ്ടാക്കി. ഞാൻ തലേദിവസം അരി വെള്ളത്തിലിട്ട് അത് ശരിക്കും അരച്ച് വെച്ച് കുറച്ച് അരി എടുത്തുള്ളൂ കേട്ടോ. അരച്ച് വെച്ച് പിന്നെ എന്താ പറയുന്നത്, പിന്നെ അതിലോട്ട് ശർക്കര, അതിലിച്ചിരി ഈസ്റ്റും കൂടെ ചേർത്ത് കേട്ടോ. ശർക്കര ഇതെല്ലാം നന്നായിട്ട്, ഏലക്ക, ശർക്കര ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ എന്താ പറയുന്നത്, അതുകഴിഞ്ഞ് ചെറിയതായിട്ട് തേങ്ങ കൊത്തിയരിഞ്ഞ് ശരിക്കും വറുത്ത് ചേർത്തു. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വലിയ പരിപാടിയൊന്നുമില്ല. അരി അരച്ചതും പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി പുട്ടിൻ്റെ പരുവത്തിലുള്ള കുറച്ച് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. എന്നാലേ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതത്ര ക്രിസ്പി ആയില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് അത്ര ശരിയായില്ല. പക്ഷേ നാട്ടിൽ നല്ല വലിപ്പത്തിലോട്ടോ ഉണ്ടാക്കുന്നത്. നെയ്യപ്പം തന്നെയാണ്, ഷേപ്പൊക്കെ ഇല്ലേ, നെയ്യപ്പം തന്നെയാണ്. പിന്നെന്താ, നല്ല രുചിയുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വലിയത് നെയ്യപ്പത്തിനേക്കാൾ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഏതൊരു കാര്യം ചെറിയ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് പ്രത്യേക രീതിയിലുള്ള, അതുപോലെ തന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് ഇതേപോലെ ചെറുതായിട്ടാണ്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, സെയിം കൂട്ട് തന്നെയാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് മെല്ലെ മുക്കി അതിലിട്ട് ചെറിയതായിട്ട് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ആ രീതിയിൽ ഡിഫറെൻറ്റ് മോഡലിൽ ഉണ്ടാക്കുന്നു. ഏത് മോഡലിലാണെങ്കിലും അതിൻ്റെ റെസിപ്പി ഒന്നും തന്നെയാണല്ലോ, അപ്പോൾ ടേസ്റ്റിനും വ്യത്യാസമില്ല. അപ്പോൾ ഞാൻ എള്ളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നെയ്യപ്പത്തിന്, സാധാരണ നെയ്യപ്പത്തിന് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ. എനിക്ക് നെയ്യപ്പമാണ് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരങ്ങളിൽ. ഈ എൻ്റെ മദറിലോ നാട്ടിൽ ചെല്ലുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമായിരുന്നു. ഇന്ന് അവരൊക്കെ ഇല്ല, പഴയ ആളുകളല്ലേ, അവരുടെ കൈരേശി പോലൊന്നും നമ്മൾ അത്രയും വരത്തില്ല. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം, പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ജ്യൂസ്. അങ്ങനെ ചില ഇഷ്ടങ്ങളുണ്ടല്ലോ എല്ലാവർക്കും. അതിൽ ഞാൻ ഇടയ്ക്ക് ഓഫൊക്കെ കിട്ടുമ്പോൾ എനിക്കുള്ള പരിപാടിയാണ് പഴംപൊരി. പഴംപൊരി ഇഷ്ടം കേട്ടോ. പഴംപൊരി, പിന്നെ കേക്കിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. കേക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിലും കേക്കിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഉണ്ണിയപ്പം, നെയ്യപ്പം, പിന്നെന്തോ കലത്തപ്പം, അതൊക്കെ ഉണ്ടാക്കാൻ സമയമെടുക്കും. കലത്തപ്പം, പിന്നെ ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പിടിയിറച്ചി, അങ്കമാലി പിടിയിറച്ചി കേട്ടിട്ടുണ്ടോ? അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്, അമ്മയൊക്കെ ഉണ്ടാക്കുന്നത്